ഹായ് ഫ്രണ്ട്സ്, സ്വിച്ച് ടെക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു എൽഇഡി ബൾബ് 1 രൂപ പോലും ചിലവില്ലാതെ എങ്ങനെ റെഡിയാക്കാം. ഇന്ന് നമ്മളൊരു 30 രൂപ ചിലവിൽ റെഡിയാക്കി എടുക്കുന്ന ഒരു ഐഡിയ ആണ് പറയുന്നത്. മറ്റത് കുറച്ച് റിസ്ക് ആണ്, നമ്മൾ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ശരിയാക്കി എടുക്കണം. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യുക അങ്ങനെ ഒന്നും ഒരു പണിയില്ല. നമുക്ക് നേരെ ഒരു LED കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് നേരെ നമ്മളെ ഹോൾഡറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അത്ര പണിയുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പണിയാണ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകാനായിട്ട് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമന്റിൽ എന്തെങ്കിലും എഴുതി അറിയിക്കണമെങ്കിൽ എഴുതി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കേടായ ഒരു LED ബൾബാണ്. ഇത് പഴയത് ഞാൻ വേസ്റ്റ് ആയി അവിടെ കിടന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ബൾബൊക്കെ നമ്മൾ ഇളക്കി കളഞ്ഞ് ബൾബും ബോർഡൊക്കെ എടുത്ത് ഇനി അതിൻ്റെ അലുമിനിയം പ്ലേറ്റ് ആണത്. അത് ചൂട് LED ബൾബ് ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്ന ഒരു അലുമിനിയം പ്ലേറ്റ് ആണ്. ഇതാ നമ്മൾ അതിൻ്റെ മൂട്ടിലുള്ള ലിഡൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട്, ചൂടാക്കിയിട്ട് ഷോൾഡറിങ് അയൺ വെച്ചിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു LED ആണ്. ഇത് നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇത് 9 വോൾട്ട് LED ആണിത്. കടയിൽ പറഞ്ഞാൽ കിട്ടും. ഇങ്ങനെ LED ബൾബിന് വെക്കാനുള്ള ലൈറ്റാന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനത്തെ LED എടുത്ത് തരും അവർ. നമുക്ക് ആവശ്യമായുള്ള വോൾട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ രണ്ട് വയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ വയർ നമുക്കൊന്ന് ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കണം ഈ LEDയിൽ. ആ LEDയിൽ ഷോൾഡർ ചെയ്ത് പിടിപ്പിക്കാൻ 2 പോയിൻ്റ് കാണും. ആ പോയിന്റിൽ ഷോൾഡർ ചെയ്താൽ മതി. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, അതിലുണ്ടാവും. LEDയിൽ 2 പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ പോയിന്റിൽ വെച്ചിട്ട് നമ്മളിതാ ഇനി ഷോൾഡർ ചെയ്തെടുക്കണം. നമ്മൾ ഷോൾഡർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ LEDയിൽ വയറിൻ്റെ അറ്റത്ത് കുറച്ച് ലിഡ് വെക്കണം. എന്നാലും നമുക്ക് കറക്റ്റായിട്ട് നല്ല ഉറപ്പിൽ ഷോൾഡർ ആയി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്ത് വയ്ക്കുകയാണ്. പെയ്യം നല്ല കറക്റ്റായിട്ട് പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ LED ബൾബൊക്കെ ചിലപ്പോൾ ചൂടാകുമ്പോൾ ഇളകി പോരും. നല്ല കറക്റ്റായിട്ട് പിടിക്കണം. ഇത് നമ്മൾ വെച്ച് ആ 2 ചെറിയ ഒരു കുത്ത് കാണും കേട്ടോ. ഒരു കോപ്പറിൻ്റെ കോട്ടിങ് ആയിട്ട് 2 കുത്ത് കാണും LEDൻ്റെ സെൻറ്ററിൽ. അതിലാണ് നമ്മൾ കൊടുക്കേണ്ടത് വയർ. അതുപോലെ ഇനി തൊട്ടപ്പുറത്ത് വേറൊരു ഡോട്ടുണ്ട്, മറ്റേ കോപ്പറിൻ്റെ ഒരു കോട്ടിങ് ആയിട്ടുള്ള. അതിലും മറ്റേ വയറും ഷോൾഡർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വയറും കൂടി ഷോൾഡർ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ അടുത്ത വയറിലും കൂടി നമ്മൾ ലിഡ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഏകദേശം ലിഡൊക്കെ ചൂടായി അതിൽ പിടിക്കുന്നുണ്ട്. നമുക്ക് ആ മറ്റേ പേസ്റ്റ് ഉണ്ടെങ്കിൽ, ഷോൾഡറിങ് ചെയ്യുമ്പോഴുള്ള പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കറക്റ്റായിട്ട് പിടിക്കും. അതില്ലാത്ത കാരണമാണ് ഇതിങ്ങനെ കുറച്ച് ടൈം എടുക്കുന്നത്. പിന്നെ നമ്മൾ ഷോൾഡറിങ് ആണെന്ന് വെച്ചെങ്കിൽ അധികം ചൂടായിട്ടില്ല, ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആ മറ്റേ വയറും കൂടിയും ഇതിലൊന്ന് ഷോൾഡർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ 2 വയറും ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ടെന്ന് നോക്കണം, ഒന്ന് ഇളക്കി നോക്കുക. വിട്ട് പോരുകയാണെങ്കിൽ ഒന്നും കൂടിയും ഷോൾഡർ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 വയറും ആ സെൻറ്ററിൽ കാണുന്ന ചെറിയ ഹോളില്ലേ, അത് കൂടെ ബാക്കിലേക്ക് ഇറക്കുക. ഇതാ നമ്മൾ വയറ് വലിച്ചെടുത്ത് ബാക്കിലേക്ക് ആ 2 വയറും കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വലിച്ചിട്ട് ബാക്കിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ആ അലുമിനിയം പ്ലേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഈ വയറ് കയറ്റണം. അപ്പോൾ അലുമിനിയം പ്ലേറ്റിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വയറിട്ടു.
ഇനി നമുക്ക് എൽഇഡിയുടെ ഈ ഹൗസിംഗ് ആണ് വേണ്ടത്. എന്താ ഇതിൻ്റെ ഹൗസിംഗ് എടുത്ത് എന്നിട്ട് ഈ വയറ് നമ്മളെ ബാക്കിൽ ഹോൾഡറിലൊക്കെ കയറ്റുമ്പോൾ ഒരു 2 മുഴ പോലെ ബാക്കിൽ കാണില്ലേ, അതിൻ്റെ ലിഡ് കളഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോള് കാണും. ആ ഹോളിൽ കൂടെ ഈ വയറൊന്ന് കയറ്റി വെച്ചിട്ട് ബാക്ക് ഭാഗം ഒന്ന് ലോക്ക് ചെയ്യുക. എന്നിട്ട് ലിഡ് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ ഗൺ വെച്ചിട്ട് ഫുള്ളായി അത് ഫില്ല് ചെയ്യണം. എന്നാൽ ആ വയറ് കറക്റ്റായിട്ട് നമുക്കതിൽ ഉറച്ചിരിക്കുള്ളൂ. ഇതാ ഇങ്ങനെ ഷോൾഡർ ചെയ്തിട്ട് ആ ഒരു ഉണ്ട പോലെ ബാക്കിലിങ്ങനെ നിൽക്കണമല്ലേ, ബൾബൊക്കെ നിങ്ങൾ ഊരി നോക്കി കഴിഞ്ഞാൽ ബാക്കിലുണ്ടാവില്ല, നമ്മൾ ഹോൾഡറിൽ ഇടുന്ന ഭാഗം 2 ഉണ്ട പോലെ ഇങ്ങനെ, അതാണ് ആ സംഭവം. അതിൻ്റെ ഉള്ളിൽ നമ്മളെ കേബിൾ വന്നിരിക്കുക. അപ്പോൾ വയർ അതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോൾഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വയറ് അങ്ങനെ നോക്കി കൊടുക്കണമെന്നില്ല, രണ്ടും ആ ഒരു ഇതിൽ കൊടുത്താൽ മതി. രണ്ടും ഒരുമിച്ച് കൊടുക്കാനല്ല, രണ്ടും സെപ്പറേറ്റ് കൊടുത്താൽ മതി. ഇത് 2 നെഗറ്റീവും പോസിറ്റീവും അങ്ങനെയൊന്നുമില്ല, അത് നമ്മൾ ഡി സിയിലാണ്. ഇത് എ സിയിൽ ഇത് ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ഷോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ഒന്ന് ഷോൾഡർ ചെയ്തിടണം. നിങ്ങൾക്ക് നല്ല വൃത്തി പോലെ ബാക്ക് ഭാഗം ഇങ്ങനെ ഷോൾഡർ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ വൃത്തി പോലെ ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഓവറായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് മെൽറ്റാക്കി കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാക്കി റെഡിയാക്കുകയാണ് നമ്മൾ. അപ്പോൾ അതാ അത് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വയറിന് ഷോൾഡർ ചെയ്തെടുക്കണം. അപ്പോൾ അത് ആ മഞ്ഞ വയർ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിത് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ചെയ്തെടുക്കണം. ആ തലഭാഗം ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. എന്നാൽ കറക്റ്റായിട്ട് ലിഡ് നമുക്ക് അതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ മറ്റതും കൂടിയും ഷോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതാ അപ്പോൾ അതും കഴിഞ്ഞ് ഇനി നമ്മളൊന്ന് ചൂടാക്കി നല്ല വൃത്തി പോലെ ഒന്ന് മെൽറ്റാക്കി കൊടുക്കുക. അപ്പോൾ മെൽറ്റാക്കിയതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണ്ടേ, ബൾബ് കത്തുന്നുണ്ടോയെന്ന്. അപ്പോൾ കത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ആ അലുമിനിയം പ്ലേറ്റ് നമ്മൾ അതിൽ വെച്ചിട്ടൊന്ന് സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഇറങ്ങി കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കുന്നതാണ്. ഈ അലുമിനിയം പ്ലേറ്റ് വയ്ക്കുന്നത് നമ്മൾ LED ചൂടാവുമ്പോൾ ആ ചൂടൊന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അലുമിനിയത്തിൻ്റെ ഈ പ്ലേറ്റ് വയ്ക്കുന്നത്. അതെല്ലാ ബൾബിനും ഉണ്ടാവും കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ഓവർ ഹീറ്റ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ LEDക്കും ഉണ്ടാവും ഉള്ളിൽ ഒരു അലുമിനിയം പ്ലേറ്റ്. അപ്പോൾ നമ്മളത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നല്ല അമർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മേലെ LED വെച്ച് കൊടുക്കാം. LED വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഹീറ്റ് സിങ്ക് പറഞ്ഞിട്ടൊരു ഗമ്മ് വരും, അത് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നാൽ ഹീറ്റ് നമ്മൾ അലുമിനിയം പ്ലേറ്റിലേക്ക് ഡയറക്റ്റ് വലിക്കും. ഇനി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ബൾബ് കത്തുന്നുണ്ടോ നോക്കണ്ടേ. ഇതാ നല്ല അടിപൊളിയായി കത്തുന്നുണ്ട് കേട്ടോ. നോക്കൂ, കണ്ടോ, നല്ല അടിപൊളിയായിട്ട് പ്രകാശിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ക്യാപ്പ് ഒന്ന് ഇട്ട് കത്തിച്ച് നോക്കാം. അപ്പോൾ അതാ നമ്മളൊന്ന് ഉള്ളിലേക്ക് ഇറക്കി വെച്ച് ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ അതാ ക്യാപ്പ് അടച്ചെങ്കിൽ നമുക്കൊന്ന് കത്തിച്ച് നോക്കാം. അതാ അടിപൊളിയായി കത്തുന്നില്ലേ, കണ്ട, ഇത്ര ഉള്ളൂ പണി.
വളരെ സിമ്പിളാണ്. നിങ്ങൾ കുറച്ച് ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ഷോൾഡറിങ് കറക്റ്റ് അറിയാമെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. കണ്ട ബൾബ് നല്ല അടിപൊളി കത്തുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീട്ടിലൊന്ന് പഴയ LED ഒക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.